as the sun goes down. Just a breath until our next kiss. Never knew of a love like this. A love like this. You and me, baby, loving like crazy, praying that it never ends. Yeah, you and me, darling, we've really got something the world just can't understand. Yeah, it's you and me, falling in love every day till we're both owning gray. Yeah, it's you and me, as long as we live, I'll never know a love like this. ഇന്ന് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു മനോഹരമായ യാത്രയ്ക്ക് തുടക്കം കുറിക്കുവാനാണ്. ഇപ്പോൾ വീട്ടുകാരുടെ ഒപ്പം ചുവട് വയ്ക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രേഷ്മയെ ഒരു വലിയ കയ്യടിയോട് കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب اسمها الصبوحة خطبها نصيب مد يدك كنا بتعطيها كف وهز شتفك هيل خليك شديد عطني رقصة فريسة زيد عليها شوي عندي بيزة حق المحتر اللي نعرفه. Fun entry guys. ഇന്നത്തെ പരിപാടികൾ നയിക്കാൻ പോകുന്നത് നമ്മുടെ വധുവിൻ്റെ സ്വന്തം അനിയത്തിയായ ദിയയും രേഷ്മയുടെ ഫസ്റ്റ് കസിൻ ലിസാനും കൂടിയാണ്. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി രേഷ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആകപ്പാടെയുള്ള അവളുടെ അനിയത്തി. ഇന്നലെ എല്ലാവരും മിസ്റ്റർ ആദർശ് ബേബിയെ പരിചയപ്പെട്ട് കാണുമല്ലോ. പരിചയപ്പെടാത്തവർക്ക് വേണ്ടി ഇതാണ് നമ്മുടെ കഥാനായകൻ. ഇനി കഥാനായകന് സീറ്റിൽ തിരികെ പോയിരുന്ന് നമ്മുടെ പരിപാടികൾ കുടുംബത്തോടൊപ്പം ആസ്വദിക്കാം. നമുക്ക് ആദ്യമായി പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിക്കാം. അതിനായി രേഷ്മയുടെ ഗോഡ് പേരൻസ് ആയ ജോജി അങ്കിൾ ആൻഡ് ടെസാൻറ്റീനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിധനായിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹദാനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട രേഷ്മയെ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേക്ക് നയിക്കുന്നതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാതിരേകത ഞങ്ങൾ വാഴ്ത്തുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും നാഥാ, Whatever road I'm taking, whatever dream I'm chasing, I wanna be with you. It don't matter how I രേഷ്മയ്ക്ക് മധുരം കൊടുക്കട്ടെ. രേഷ്മയ്ക്ക് മധുരം കൊടുക്കട്ടെ. രേഷ്മയ്ക്ക് മധുരം കൊടുക്കട്ടെ. കേട്ട് കേട്ട്. this life has in store. Yeah, I wanna go with you wherever you go, wherever you go. It don't matter what the distance, it doesn't make a difference, you know. Oh, 'cause I wanna go wherever you go. Take me to the highest mountain, take me to the lowest valley. I wanna be with you. 'Cause there's something about when I'm with you that I don't wanna lose. I don't
life has in store. Yeah, I wanna go with you wherever you go, wherever you go. Oh, oh. It don't matter what the distance, it doesn't make a difference, you know. Oh, oh. 'Cause I wanna go wherever you go, wherever this life takes me. The one thing that's unchanging, yeah, I wanna go with you wherever you go, wherever you go. Oh, oh. It don't matter what the distance, it doesn't make a difference, you know. Oh, oh. 'Cause I wanna go wherever you go. ഒഫീഷ്യൽ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. Now let's just let loose and have a great evening. So in the 1960s, there was a very famous group called the Brothers 4. And today we have the Brothers 5 along with our most talented Ricky Chetan on the guitar. So sit back and enjoy. And they'll be singing Puff the Magic Dragon by Peter, Paul and Mary. Live by the sea and frolic in the autumn mist in a land called Honolulu. Puff the magic dragon, live by the sea and frolic in the autumn mist in a land called Honolulu. Together they would travel on a boat with billowed sail. Jackie kept a lookout post on Puff's gigantic tail. Noble kings and princes would bow whenever they came. Pirate ships would blow their flag when Puff roared out his name. Puff the magic dragon, live by the sea and frolic in the autumn mist in a land called Honolulu. Puff the magic dragon, live by the sea and frolic in the autumn mist in a land called Honolulu. The dragon lives forever, but not so little boys. Painted wings and giant strings make way for other toys. One grey night it happened, Jackie Paper came no more. And from that mighty dragon, he seized his fearless roar. His head was bent in sorrow, scales like rain. Puff no longer went to play along the cherry lane. Scout his lifelong friend, Puff could not be brave. So Puff that mighty dragon sadly slipped into his cave. Puff the magic dragon lived by the sea and frolicked in the autumn mist in a land called Honolulu. Puff the magic dragon lived by the sea and frolicked in the autumn mist in a land called Honolulu. Very special moment in this beautiful evening to share a few heartfelt words and raise a toast for our lovely bride. I would like to invite Sandra, Reshma's best friend for more than 15 years, to the stage. എല്ലാവർക്കും നമസ്കാരം. ദിയ പറഞ്ഞതുപോലെ I have known Reshma for more than 15 years. Over these years, I can truly say she has always been there. And I know for a fact, in the coming years, she will always be there. They say best friends are the family we choose, and that couldn't be more true here. Reshma has shown up for me in ways which I will never forget.
and I have not given her enough credit for it. I have known her through so many chapters of her life, and one thing that has never changed: her sweetness and her unconditional love. She is the kind of person who shows up, who listens and loves deeply. Then she met Adarsh in 2016. We all learned together in SH College. And I've seen them grow together in so many ways, supporting each other, understanding each other, and beautifully complementing each other. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. May this journey be filled with love, patience, trust, and mutual respect. Life won't be easy always, but may you always find strength in each other and peace in togetherness. So let us all wish this couple a lifetime of happiness, good health, and shared memories. Cheers to this beautiful beginning. Thank you. I kind of confused with the order. അപ്പം ഞാൻ ബ്രദേഴ്സ് വൈഫിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നുപോയി. So I just want to let you all know that this was very lovely, and this was definitely not a last-minute performance. They've been practicing on Zoom for like months now. So this performance definitely deserves a big round of applause. ഇനി നമുക്ക് മനോഹരമായൊരു ഗാനം ആസ്വദിച്ചാലോ? അതിനായി സിസ ചേച്ചീനെ ഞാൻ ക്ഷണിക്കുന്നു. സിസ ചേച്ചി is Amma's uncle's daughter, who is a well-known singer. The stage is all yours, Sisa Chechi. मुझ में कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं जाना जिंदा में तू अभी कुछ ऐसी इस लम्हे में ये लम्हा कहाँ था मेरा, अब है सामने इसे छू जरा, मर जाओ या जी लो जरा, खुशियाँ छाया पेड़ की मिल गई, रोटे बच्चे की हंसी जैसे फुसलाने से फिर खिल गई। कुछ ऐसा ही अब महसूस दिल को हो रहा है, बरसों के पुराने जख्म पे मरहम लगा सा है। कुछ ऐसा रहन इस लम्हे में है, ये लम्हा कहाँ
दूर से टूटी पतंग जैसी दिए जिंदगानी मेरी, आज हो कल हो मेरा ना हो, हर दिन ते कहानी मेरी। एक बंधन नया पीछे से अब मुझको बुलाए, आने वाले कल की क्यों फिक्र मुझको सता जाए। एक ऐसी चुभन इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने इसे छू लो जरा, मर जाओ या जी लो जरा, खुशियाँ चूम लो या रो लो जरा, मर जाओ या जी लो जरा। Thank you, Sisa Chechi, for that soulful rendition. It really blessed our ears. അടുത്തതായി കാഞ്ഞിരപ്പള്ളിയിലെ കുട്ടി പട്ടാളത്തെ അവരുടെ പെർഫോമൻസിനായി വിളിച്ചാലോ? മടിച്ച് പാട്ടിയ പടകേറി വാ, അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ, തായ്മൊഴിയിൽ താളമേള മംഗളം. അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ, തായ്മൊഴിയിൽ താളമേള മംഗളം. തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അമ്മാടിയേ പോവും നീ. ഹര ഹരോ ഹര വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ, വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ. അഴകായി ഒഴിഞ്ഞു വന്നാൽ നിന്നാട്ടം, അസുര തലപ്പറക്കും തുള്ളാട്ടം. ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആരും അതിമറക്കും വെള്ളാട്ടം. മൂലോകം കൈകൂപ്പും മായത്തേരാട്ടം, കടലേറും പിന്മാറും ആഴക്കണ്ണോട്ടം. താരച്ചേലാട്ടം തനിയെ പോരാട്ടം, നടനം തികവായ കളിയാട്ടം. ആട്ടം അഴകായി ഒഴിഞ്ഞു വന്നാൽ
കൈയടി കൊടുത്താലോ? And a special mention to all their mothers, especially Maria Chechi, for organizing their Kutti show. Up next, we have Mia, Amma's first cousin's daughter, with a melodious song for all of us. നമ്മുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. 1994-96 കാലഘട്ടത്തിൽ തന്റെ നീണ്ട കാലത്തെ വിദ്യാഭ്യാസ ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് നമ്മുടെ കഥാനായികയുടെ അപ്പൻ ഡോക്ടർ ജോയ് മാത്യു തന്റെ തൊഴിൽ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നു. തന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സുവർണകാലമാണ് ഇത് എന്ന് പുള്ളി ഇന്നും ഏറ്റവും അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയും വീമ്പിളക്കാറുണ്ട്. അങ്ങനെ ജീവിതം ആർമാദിച്ചു നടക്കുന്ന വേളയിൽ പുള്ളിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ കറങ്ങിയും കിറുങ്ങിയും ഉറങ്ങിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ തന്റെ മൂത്ത 2 ചേട്ടന്മാരുടെയും വിവാഹം കഴിയുകയും തന്റെ ഊഴമായി എന്ന സത്യം പുള്ളി ഒരു ഞെട്ടലോടെ മനസ്സിലാക്കുകയും ചെയ്തു. കാര്യം 10-30 വയസ്സൊക്കെ ആയെങ്കിലും ആകാര പടിവ് കൊണ്ടും ശരീരപുഷ്ടി കൊണ്ടും തന്നെ കണ്ടാൽ ഇപ്പോഴും ഒരു 21 വയസ്സുകാരന്റെ ലുക്കേ ഉള്ളൂ എന്നോർത്ത് പുള്ളി അങ്ങനെ സുഖിച്ചു നടക്കുകയായിരുന്നു. വീട്ടിൽ കല്യാണ ആലോചനകൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും തന്നെ ഇതൊന്നും ബാധിക്കുന്നേ ഇല്ല എന്ന പോലെ പുള്ളി ആദ്യമായി തന്റെ വിദേശയാത്ര പ്ലാൻ ചെയ്യുകയും തന്റെ ആത്മമിത്രമായ തകഴി ശിവശങ്കര പിള്ളയുടെ കൊച്ചുമകന്റെ അടുത്തേക്ക് അങ്ങ് ദൂരെ ഹോങ്കോങ്ങിലേക്ക് യാത്രയാവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ അപ്പച്ചൻ പുള്ളിക്കൊരു താക്കീതുമായി എത്തുന്നു. പെണ്ണ് കണ്ട് തീരുമാനമാക്കിയിട്ട് അങ്ങ് പോയാൽ മതിയെന്ന്. എന്ത് ചെയ്യാം, അപ്പച്ചനല്ലേ. മനസ്സില്ലാ മനസ്സോടെ പുള്ളി പെണ്ണ് കാണാൻ തീരുമാനിക്കുന്നു. എന്നാൽ പുള്ളിയുടെ നേരെ വിപരീതമായി കല്യാണം കഴിക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന നമ്മുടെ കഥാനായികയുടെ അമ്മ സ്മിതയെ കാണുകയും തന്റെ ഹോളിഡേസ് നശിപ്പിച്ചവരോടുള്ള പ്രതികാരമായി മിണ്ടാമുട്ടി നിന്ന സ്മിതയോട് ഒരക്ഷരം പോലും മിണ്ടാതെ തിരികെ പോരുകയും ചെയ്തു. പക്ഷേ
നമ്മൾ ആരും അറിയാതെ പുള്ളിയുടെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടുകയായിരുന്നു. അങ്ങനെ അവരുടെ വിവാഹം 1996 നടക്കുന്നു. ഒരു വർഷത്തെ അവരുടെ മാത്രമായ ജീവിതത്തിന് ശേഷം 2 പേർ അവരുടെ സ്വർഗത്തിലേക്ക് കടന്നു വന്നു. ഒന്ന് സ്വർഗത്തിലെ കട്ടുറുമ്പായി അവളുടെ അനുജൻ ടോണിയും, പിന്നെ അവളുടെ സ്വർഗത്തിലെ കുഞ്ഞതിഥിയായി രേഷ്മകുട്ടി എന്നെല്ലാവരും വിളിക്കുന്ന നമ്മുടെ കഥാനായിക രേഷ്മയും. കൊച്ചുകുട്ടികളോട് പണ്ടേ പ്രിയമുള്ള നമ്മുടെ ജോയ്ക്ക് അപ്പോൾ സ്വന്തം കുട്ടി വന്നാൽ എങ്ങനെയായിരിക്കും? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴ്ത്തു വെച്ചാൽ ഉറുമ്പരിക്കും എന്ന പോലെയാണ് അവളെ പുള്ളി കൊണ്ടു നടന്നത്. തിരിച്ച് അവൾക്കും അപ്പയുണ്ടെങ്കിൽ അമ്മ പോലും വേണ്ട എന്ന അവസ്ഥയായിരുന്നു. അമ്മയോടും അതുപോലെ തന്നെ സ്നേഹമുണ്ടായിരുന്നു കേട്ടോ. ഒരു പിറുപിറുപ്പിയായ രേഷ്മക്കുട്ടി അമ്മയുടെ അടുത്ത് നിന്നും പല കാര്യത്തിനും ചീത്ത കേട്ടാലും അപ്പ അവളെ ഒന്നും പറയുമായിരുന്നില്ല. എപ്പോഴും നമ്മളെ ചിരിച്ച് മയക്കുന്ന ആ ചിരിയോടെ അവൾ മണിപ്പാൽ ഡെന്റൽ കോളേജിലും ഫ്ലാറ്റിലും ഒക്കെ അങ്ങനെ കറങ്ങി നടന്നു. ആ ചിരി അവൾ ഇന്നും മായാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഒരു വയസ്സിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തെന്ന പോലെ തന്നെയാണ് ഇപ്പോഴും അതേ ചിരി. തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ എല്ലാ കാര്യത്തിലും മുന്നിലാക്കണം എന്ന ആഗ്രഹത്തോടെ അവളുടെ അമ്മ അവളെ അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ കലകളും അഭ്യസിപ്പിക്കുവാൻ തുടങ്ങി. അതിൽ പ്രസിദ്ധമായ ഒരു കന്നഡ ഡാൻസ് ഉണ്ട്. അതിപ്പോൾ രേഷ്മ ഇവിടെ ഒന്ന് കളിക്കുന്നതായിരിക്കും. ഇതോടെ അവൾ നൃത്തകലയ്ക്ക് തുടക്കം കുറിച്ചു. അടുത്തത് പാട്ടായിരുന്നു. അപ്പച്ചൻ്റെ ലൗഡിയൽ ക്ലബിലെ ക്രിസ്മസ് മീറ്റിങ്ങുകളിലും സ്കൂളിലുമൊക്കെ അവൾ പാടി തകർത്തു. അങ്ങനെ ഇരിക്കെ അവളുടെ അപ്പയും അമ്മയും അവൾക്ക് കൂട്ടായി ഒരു കുഞ്ഞുവാവ വരുന്നുണ്ടെന്ന് പറയുന്നു. അന്ന് മുതൽ കൊച്ചു പ്രാർത്ഥന തുടങ്ങി. ഒരു ബേബി ഗേൾ ആയിരിക്കണമെന്ന് എന്തായാലും ഈശോ കൊച്ചിന്റെ പ്രാർത്ഥന അത് കേട്ടു. അവൾക്ക് കൂട്ടായി കുഞ്ഞു ദിയ വന്നു. ആ ദിവസത്തെ അവളുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ജാനുവരി 12 ബ്രൈഡ് ആകാൻ പോകുന്ന രേഷ്മ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞ് ബ്രൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ആ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഈ വരുന്ന തിങ്കളാഴ്ച ഇതേ രംഗങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് നടന്നിരുന്ന അവളുടെ മണിപ്പാൽ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അവളുടെ അപ്പ കുടുംബസമേതം കുവൈറ്റിലേക്ക് പറക്കുന്നു. അവിടെയും അവളെ സകല കലാവല്ലഭയാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ അമ്മ. പുതിയ ഭാഷയോ പുതിയ സ്ഥലമോ പുതിയ ആൾക്കാരോ ഒന്നും ആ അമ്മയ്ക്ക് ഒരു വിഷയമേ അല്ലായിരുന്നു. അതിങ്ങനെ വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി കരോക്കെ വെച്ച് ഒരു ഡെന്റൽ മീറ്റിന് അവളെ പാടിപ്പിക്കാൻ അവളുടെ അമ്മ തീരുമാനിക്കുന്നു. രാവും പകലും നീണ്ട അക്ഷീണം പരിശ്രമത്തിലൂടെ പാവം കൊച്ച് തന്റെ നാവിന് വഴങ്ങാത്ത ആ പാട്ട് പാടുകയും അതോടെ സോളോ സിംഗിങ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയും ചെയ്തു. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? Yeah.
ഒന്നും തോന്നരുത് കേട്ടോ. ഞങ്ങളുടെ കൊച്ചിന് ഇപ്പോഴും ചില വാക്കുകളൊന്നും ഉച്ചരിക്കാൻ അറിഞ്ഞുകൂടാ. ചെറുപ്പം മുതൽ തന്നെ ഒറ്റയ്ക്കിരിക്കാനോ വെറുതെ ഇരിക്കാനോ കുട്ടിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അവളുടെ എന്റർടൈൻമെന്റിന്റെ ഇരകളായിരുന്നു ഉദയം പേരൂരിലെയും കാന്തപ്പള്ളിയിലെയും അവളുടെ കസിൻസ്. ടീച്ചർ കളിയായിരുന്നു അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം. സ്കൂളിൽ നിന്ന് ക്ഷീണിച്ചു വരുന്ന കുഞ്ഞമാത്യുവിനെയും ലിസാനെയും ഒക്കെ വീണ്ടും പഠിപ്പിക്കാനായി റെഡിയായിട്ട് ഉദയംപേരൂർ വീട്ടിലെ ജനലിൽ കൂടി നോക്കി നിൽക്കുന്നുണ്ടാവും നമ്മുടെ രേഷ്മ മിസ്. കളിക്കാൻ യാതൊരു താല്പര്യമില്ലാത്ത പിള്ളേരെ എങ്ങനെയെങ്കിലും ഒക്കെ അവൾ പഠിപ്പിക്കും. പ്രാഗിക്കൊണ്ടാണെങ്കിലും പാവം കുഞ്ഞമാത്യും ലിസാനും ഒക്കെ അവിടെ ഇരിക്കും. രേഷ്മ മിസ്സിന്റെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ മനുവും ജോയലും ഒക്കെ ഒറ്റ ഓട്ടോടും. ദോഷം പറയരുതല്ലോ, ഒരിക്കലും ഒരു ശല്യമായി ഞങ്ങൾക്ക് തോന്നിയ രേഷ്മയുടെ പഠിപ്പിൽ പിന്നീട് ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറി. 12ാം ക്ലാസ് കെമിസ്ട്രി പാസ്സാകാൻ ഞങ്ങളിൽ പലർക്കും രേഷ്മ ടീച്ചറിന്റെ അടുത്ത് വരണം കേട്ടോ. അവൾ അവിടെയുള്ള എല്ലാ കസിൻസിനെയും കൂട്ടി കുളിക്കാൻ ഇറങ്ങും. നമുക്ക് അതൊന്ന് കണ്ടാലോ? ഒരുപാട് കോമാളിത്തരങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് പാവങ്ങളായ ഞങ്ങൾക്ക്. അതിലെ ഒരു ചെറിയ കാര്യം ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം. നാളുകൾ കഴിയും തോറും ദൃഢമായി കൊണ്ടേയിരുന്നു. പിന്നീട് ഇവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ രഹസ്യങ്ങളായി ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. വായനാശീലം കുട്ടിക്ക് തീരെ ഇല്ലെങ്കിലും എഴുതുവാനുള്ള കഴിവ് അപാരം തന്നെയായിരുന്നു. അവളുടെ അമ്മയുടെ പ്രേയർ ബുക്കിൽ ഈശോയ്ക്ക് പ്രേയേഴ്സ് എഴുതിയായിരുന്നു തുടക്കം. അതിലെ ചിലത് നമുക്കൊന്ന് കേട്ടാലോ? This is an entry Reshma made on the date of 22nd December 2007. Dear God, am I behaving well to you? I want to, but I can't. Jesus' birthday is coming closer, but I did not take the Lent properly. Please forgive me. I'm very sorry. And in 5th standard, please Jesus. Please Jesus. Everybody in heaven, pray that I sleep alone. I want to obey my parents, but I can't. Help is the only thing that I need. From your child, Reshma. പിന്നെ ആള് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ. ഒരു കൊച്ചു ബിസിനസ്സുകാരിയൊക്കെയാണ്. ക്രെംലഷിന്റെ രുചി അറിയാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. കാര്യം പുള്ളിക്കാരിയുടെ അമ്മയാണ് ബേക്കറെങ്കിലും ആ പേരിൽ ഗോൾ അടിച്ച് ആശാട്ടി ബാംഗ്ലൂരിലും ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. രേഷ്മയുടെ ആ ബേക്കിംഗ് സ്പിരിറ്റ് നമുക്കൊന്ന് കാണാം. Excuse me. Mom, please go inside. And what are you going to do? Tellals. Tellals means what? Tellals? Tellals are... Yes, sifting the flour. Oh, you mean wheat flour? You did that? You don't know? Will you please check the... Why don't you only check? Why you need the help of your mom? Could you go help them in making cake? I will eat your help. You don't need your eating help. Right. Hi, Bala. Hi. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ആളൊരു ജഗജില്ലിയാണെന്ന്. വെറുതെയാണ് കേട്ടോ. എവിടെയെങ്കിലും ഒരു പല്ലിയെ കണ്ടാൽ മതി
പുലിയെ പോലെ ഇരുന്ന ആള് എലിയെ പോലെ ആകും. രേഷ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് പല്ലു. പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സുന്ദരിയായ രേഷ്മയ്ക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിലത്തെ റാബിറ്റ് പല്ല് മാറി അതൊരു പലകപ്പല്ലായി തീർന്നു. സ്വന്തം അപ്പൻ ഒരു ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് വെറും തുച്ഛമായ ചിലവിൽ ആ പലകപ്പല്ലിനെ ഇന്ന് കാണുന്ന വടിവൊത്ത നിരയൊത്ത പല്ലുകളായി മാറ്റി. കാപ്പരി പോലെ ചുരുണ്ടിരുന്ന മുടിയെ എങ്ങനെയൊക്കെയോ വലിച്ചു നീട്ടി കാർക്കൂന്തലാക്കി മാറ്റി. അവളുടെ ഈ ട്രാൻസിഷൻ നമുക്കൊന്ന് കാണണ്ടേ? അങ്ങനെ പ്രായത്തിന്റെ തട്ടലും മുട്ടലും പൊട്ടലും ചീറ്റലും ഒക്കെ കഴിഞ്ഞ് രേഷ്മ ആദർശ് ബേബി എന്ന തന്റെ ബേബിയെ കണ്ടുമുട്ടുന്നു. നീണ്ട 6 വർഷത്തെ പ്രണയ ജീവിതത്തിന് പരിസമാപ്തിയിൽ അവർ എന്നേക്കുമായി ഒന്നിക്കുകയാണ്. രേഷ്മ ആൻഡ് ആദർശ് വിഷിംഗ് യു എ വെരി ഹാപ്പി മാരിഡ് ലൈഫ്. ഞങ്ങളുടെ കഥയും ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കണ്ണെഴുതും മാറ്റിടാതിരിന്നലേ മായാ ചിന്തൂരം മൈന കാത്തിയോ പാട്ടുണ്ട് എല്ലാം ഒളിച്ചു വെക്കണ മനസ്സിനുള്ളിലെ തേങ്ങലുണ്ടേ ഒളിക്കൽ കൊണ്ടാൽ മഴത്തുള്ളിക്കൊരു പൂപ്പാട്ടുണ്ട് എല്ലാം ഒളിച്ചു വെക്കണ മനസ്സിനുള്ളിലെ തേങ്ങലുണ്ടേ ഉറങ്ങുമ്പോൾ കുറുകാനായി കലവിൻ കുയിലുണർന്നേരാ ഉണരുമ്പോൾ മിഴിവാനിൽ തുറ
കായൽ വരമ്പിലെ കട്ടനെട്ടിനും കണ്ണിൽ കണ്ണിൽ കാണാക്കിനാരം. Can we have a round of applause for this amazing team of friends? Thank you, everyone. Moving ahead with our program, we have yet another dance performance by Amma's family. ഒരു power-packed performance ആയിരിക്കും ഇത്. So join me with a round of applause to welcome them all.
दे हमके भले सभी मत वाले मन कहे कि मैं ले आऊं चांद तारे सारे इन हाथों पर मैं चांद रखूं इस मांग में भर दूं तारे हेलो हेलो तू क्लोज पे जब घर आई येलो येलो बड़ी सॉलिड मस्ती छाई हेलो हेलो तू मुझे कुंडी लगाई येलो येलो कंट्रोल करो मेरे भाई छंछन बोले हमने सारी चूड़ियां रात बड़ी है बस्तानी कोई दिल बचानी कर ले गल्ला बूढ़िया കടമണിയിൽ കമലദളം നടന്നാൽ പുലരി മഴ കടമണിയിൽ കമലദളം കവിളിനയിൽ സെന്തുരം നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം കടമണിയിൽ കമലദളം കവിളിനയിൽ സെന്തുരം നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം So next up, we have a dance performance by our Manikanam Barambal ladies. They've got something lovely for you, so let's cheer them on. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ
വെച്ച് പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ ചുവട് വെച്ച് പാടാം ശുഭരാത്രി മനസ്സ് കൊണ്ട് നേരാം ആശംസ
നടക്കുന്നത്? എന്താണ്? ഹലോ, അവിടെ പുറകിലുള്ള ആൾക്കാരെ ഹലോ, ആരും നോക്കുന്നില്ല. ആണുങ്ങളെ ആരുമില്ല ഇവിടെ? എന്താണ് ഇവിടെ ലേഡീസ് ഹോസ്റ്റലിന്റെ പരിപാടിയാണോ? വെറും പെണ്ണുങ്ങൾ മാത്രം. എല്ലാരും ഹാപ്പിയാണോ? ഹാപ്പിയാണോ ആണുങ്ങളെ? അപ്പൊ ശരി, നമുക്ക് എന്തെങ്കിലും നടത്തണ്ടേ? എടാ കുഞ്ഞു, ഞാനിവിടെ ഉണ്ട്. നീ ഇവിടെ ഉണ്ടോ? എന്നാ വാടാ, കേറ്, സ്റ്റേജിൽ കേറ്. എന്തിന്? കേറടാ, കേറ് നീ. ചുമ്മാ ഒന്നും കയറാൻ പറ്റത്തൊന്നുമില്ല. കേറടാ. നമുക്കിവിടെ പരിപാടിയൊന്നും ഇല്ല. കേറടാ ചേട്ടാ, നമുക്കൊരു പരിപാടി ഇല്ല ഇവിടെ. പരിപാടി നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല, നമ്മളെ ആരെയും ഒന്നും അറിയിച്ചില്ല. ആ ശരിയാ. എന്നാലേ എന്നാൽ നമുക്ക് എന്താ ഇപ്പൊ ചെയ്യാം? പാട്ട് പാടാൻ അറിയാവുന്നവരൊക്കെ പാടി കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇനിയിപ്പോ വെറുതെ പാട്ട് പാടി എല്ലാവരും വീട്ടിൽ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ പറ്റുന്ന പരിപാടി ഡാൻസാ. പക്ഷേ ഡാൻസിന് എനിക്ക് സ്റ്റെപ്പൊന്നുമില്ല. എനിക്ക് സ്റ്റെപ്പൊന്നും. ഡാൻസിന് സ്റ്റെപ്പില്ലേ? ഇല്ല. നമുക്കൊരു കൊറിയോഗ്രാഫറിനെ, ഒരു പ്രൊഫഷണൽ കൊറിയോഗ്രാഫർ ഇവിടെ ഈ സമയത്ത് ഈ ഹോളിലോ ഞാൻ ടോണ്ടടാ ഒരു 2 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ എവിടുന്നേലും ആളെ ഫ്രീ ഓഫ് കോസ്റ്റ്. എന്നാ ഞാൻ റെഡിയാണോ? ആ അല്ല, ആളാരാ? അതാരും പറഞ്ഞില്ല. എന്താണ് നിനക്ക് കാണണ്ടേ? എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഫൈല്, വേറെ എന്തെങ്കിലും പരിപാടി നടത്തിയതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടി കൊറിയോഗ്രാഫി ചെയ്തതോ എന്തെങ്കിലും. എടാ, എന്റെ കല്യാണം കൊറിയോഗ്രാഫി ചെയ്തേ. ശരിക്കും? എന്റെ കല്യാണത്തിന്റെ ഡാൻസ് അവരാണ് കൊറിയോഗ്രാഫി ചെയ്തത്. ആണോ? ആ കുട്ടി ഇവിടെ ഉണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്ക് കാണുന്നില്ല. എവിടെയോ ഉണ്ട്. ആണോ? എന്നാ പിന്നെ ഒന്ന് കാണിക്കാം. എന്നാ ഒരു സാധനം കാണിച്ചേ. കുഞ്ഞു ഓക്കെ ആണോടാ? നോക്കാവുന്നതാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം. നമുക്കൊന്ന് ഇറങ്ങിയിട്ടേ അവളെ കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ കൊറിയോഗ്രാഫി, ഞങ്ങളുടെ ഒരു കൊറിയോഗ്രാഫി പ്ലീസ്. റിക്വസ്റ്റ്. ഞങ്ങൾ വീണ്ടും വരുന്നു, കാത്തിരിക്കുക. तेरे माथे झूमर दमके, तेरे कानों वाली चमके है रे, तेरे हाथों कंगना खनके, तेरे पैरों पायल छनके है रे, नैनों से बोले रब्बा रब्बा, मन में डोले रब्बा रब्बा, अमृत घोले रब्बा रब्बा, तू सोनिए चुके बाही में सोनी, सोनी, अच्छा माही में
തിരിച്ചു വന്നു. ഹലോ എല്ലാരും അവിടെ പുറകെ നിൽക്കുന്ന എല്ലാരും കണ്ടോ? ജോകുട്ട അന്തു നോക്കിയേ, കാണുന്നില്ല, അവര് കാണുന്നില്ല. ഓക്കെ. അപ്പോൾ ഞങ്ങളെ കൊറിയോഗ്രാഫറിനെ കിട്ടി രേഷ്മ. അവളുണ്ടല്ലോ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും മലത്തിൽ കടിച്ചിട്ട് അവള് എന്തായിരുന്നു അത്? അവളോട് നമ്മളോട് പറഞ്ഞത്, നമ്മളിപ്പോൾ കാണിച്ചു തരാം. അവൾ പറഞ്ഞത് ഇവരെല്ലാം കരോക്കെ വെച്ചിട്ടും പാട്ട് വെച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഡാൻസ് ചെയ്തത്. ഇവള് വെറൈറ്റിയാണ്. നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയാണെന്ന് നമ്മുടേത്. കമോൺ ബോയ്സ്, ആതിരപ്പള്ളി ബോയ്സ്. അത് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ പഠിപ്പിക്കുന്നതല്ലേ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. ആ കൊറിയോഗ്രാഫറാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെയാണ് ഞങ്ങൾ കളിച്ചത്. പക്ഷേ ഉണ്ടല്ലോ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നെ. രേഷ്മ, come on to the stage. Acha
ഒത്താണോ
for a better way to end this evening. With that, we come to an end of tonight's celebration. Thank you all for being a part of this beautiful evening. Signing off with an impromptu vote of thanks by the bride. Reshma. So, I've not prepared at all. So, it's going to be like, I don't know, it's just going to come from my heart. So, see, this day, kore effort കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡേ എത്തുന്നത്. We've been prepping for like 10 months easy. Okay, so I would love to thank my parents, my sister, Dia, my groom ne കാണുന്നില്ല. I can't place my groom, so my groom's parents, groom's sister, Aliyan, and all my family. Amma, special mention. എല്ലാവരോടും എനിക്ക് ലൈക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ ആ ഹോൾ രേഷ്മാസ് ലൈഫ് സ്റ്റോറി അപ്പ് ആൻഡ് അണ്ടിൽ നൗ കുറച്ച് നാണം കെടുത്തി, ബട്ട് സാരില്ല. It really made me cry ആദ്യം. So I'm deeply touched and I hope you all had a lot of fun, because I had a lot of fun. ഈ 2 ദിവസം I had a lot of fun. So I think that's a win, and that's the prep